എന്താണ് HMPV? എമേർജിംഗ് വൈറസിനെ മനസ്സിലാക്കാം. ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു ശ്വാസകോശ വൈറസിനെക്കുറിച്ച്. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPVയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്താണ് HMPV? നമ്മൾ വിഷമിക്കേണ്ടതുണ്ടോ? 2001 ആദ്യമായി കണ്ടെത്തിയ HMPV RSV, മീസിൽസ്, മുണ്ടിനീർ എന്നിവയുമായി ബന്ധപ്പെട്ട ന്യൂമോവിരിഡേ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇത് സാധാരണയായി തണുപ്പ് പോലെയുള്ള നേരിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു, പക്ഷേ കുട്ടികളിലും പ്രായമായവരിലും ദുർബലമായ പ്രതിരോധ സംവിധാനമുള്ളവരിലും ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. രോഗബാധിതരായ ആളുകളുമായോ പ്രതലങ്ങളുമായോ ഉള്ള സമ്പർക്കത്തിലൂടെയാണ് HMPV പടരുന്നത്. ചുമതുള്ളികളോ ഹാൻഡ്ഷേക്കുകളോ അല്ലെങ്കിൽ ഡോർ നോബുകളോ ഫോണുകളോ പോലുള്ള മലിനമായ വസ്തുക്കളിൽ സ്പർശിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. HMPVക്ക് ഇതുവരെ വാക്സിനോ പ്രത്യേക ചികിത്സയോ ഇല്ല. റെസ്റ്റ്, ഹൈഡ്രേഷൻ, ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻ എന്നിവ സഹായിക്കും. പ്രതിരോധം: ഇടയ്ക്കിടെ കൈ കഴുകുക, മാസ്ക് ധരിക്കുക, രോഗബാധിതരുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക. അൺനോൺ ഒറിജിൻ ന്യൂമോണിയയ്ക്കായി ചൈന ഒരു നിരീക്ഷണ സംവിധാനം ആരംഭിച്ചു. ഈ ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ പ്രതീക്ഷിക്കുന്ന വർധനവ് ഉദ്യോഗസ്ഥർ കാണുന്നു, പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അന്താരാഷ്ട്ര ഏജൻസികൾക്കൊപ്പം HMPV ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ മൊത്തത്തിലുള്ള തീവ്രത കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണെങ്കിലും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. HMPV പോലുള്ള സീസണൽ വൈറസുകളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുക.